Hello students, welcome back to Bosco Campus Vision. This is the second lecture on strategic management. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രാറ്റജി എന്താണെന്നും അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. Strategic management is all about identification and description of the strategies that managers can carry so as to achieve better performance and a competitive advantage for their organization. സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മാനേജേഴ്സ് ആ സ്ട്രാറ്റജീസ് മനസ്സിലാക്കി എന്തൊക്കെ രീതിയിലുള്ള സ്ട്രാറ്റജീസാണ് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ വരാൻ പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് പെർഫോം ചെയ്ത് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആ ഒരു ഓർഗനൈസേഷന് കിട്ടുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്? ഇറ്റ് ഈസ് ഓൾ എബൌട്ട് ഐഡൻറ്റിഫിക്കേഷൻ. സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി സ്ട്രാറ്റജീസ് that managers can carry so as to achieve better performance. അപ്പോൾ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എങ്ങനെ നമ്മുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാം എന്നുള്ളതാണ്. അത് ആ ഒരു ഓർഗനൈസേഷൻ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ലഭിക്കുന്ന രീതിയിലേക്ക് ആ ഒരു പെർഫോമൻസ്, നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രാറ്റജിക് ഇഷ്യൂസ് വാറൻറ്റ് ടോപ്പ് മാനേജ്മെൻറ്റ് ഡിസിഷൻസ്. ദെൻ സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഇൻവോൾവ്സ് ദ അലോക്കേഷൻ ഓഫ് ലാർജ് എമൗണ്ട് ആൻഡ് റിസോഴ്സസ്. Then strategic issues are likely to have impact on the long-term prosperity of the firm. Then strategic issues are future-oriented. Then strategic management is a process. ഇത്രയുമാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് സ്ട്രാറ്റജിക് ഇഷ്യൂസ് വാറൻറ്റ് ടോപ്പ് മാനേജ്മെൻറ്റ് ഡിസിഷൻസ്. Strategic decisions have far-reaching impact on several areas of firm's operations. Hence, top management involvement in decision-making is imperative. These decisions must be made by top management as these are the pillars of the organization. ഫേംസ് ഓപ്പറേഷൻസിൻ്റെ പല ഏരിയാസിലും ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്ട്രാറ്റജിക് ഡിസിഷൻസും ടോപ്പ് മാനേജ്മെൻറ്റ്സ് ആണ് എടുക്കുന്നത് തന്നെ. സോ ദീസ് ഡിസിഷൻസ് മസ്റ്റ് ബി മെയ്ഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ് ആസ് ദീസ് ആർ ദ പില്ലേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ ടോപ്പ് മാനേജ്മെൻറ്റ് എടുക്കുന്ന ഈ പല ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും ഒരു ഓർഗനൈസേഷൻസിൻ്റെ പില്ലേഴ്സായിട്ടാണ് നിലനിൽക്കുന്നത്. സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്ന് പറയുന്നത് ഒരു ഫാർ റീച്ചിങ് ഇമ്പാക്റ്റ് ഒരു ഓർഗനൈസേഷൻ്റെ പല ഓപ്പറേഷൻസിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പല സ്ട്രാറ്റജിക് ഡിസിഷൻസും ടോപ്പ് മാനേജ്മെൻറ്റ്സ് ആണ് അവർ പ്രസ്താവിക്കുന്നത് തന്നെ. സോ അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുന്ന ഈ ടോപ്പ് മാനേജ്മെൻറ്റ് എടുക്കുന്ന പല ഡിസിഷൻസും ഓർഗനൈസേഷൻസിൻ്റെ പില്ലേഴ്സായിട്ടാണുള്ളത്. അതായത് ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത് തന്നെ ഈ ടോപ്പ് മാനേജ്മെൻറ്റ് എടുക്കുന്ന ഈ ഡിസിഷൻസ് കൊണ്ട് തന്നെയാണ്. സെക്കൻഡ് ഫീച്ചർ ഈ സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഇൻവോൾവ് ദ അലോക്കേഷൻ ഓഫ് ലാർജ് എമൗണ്ട്സ് ആൻഡ് റിസോഴ്സസ്. ദറ്റ് സ്ട്രാറ്റജിക് ഇഷ്യൂ ഈസ് വൺ ഓഫ് expansion or expanding the production capacity or entering into new market or modernization to cut cost. All these are vital. They eat huge amounts of funds in sunk assets. In addition, they need more people, other inputs to reach the goal of expansion to reap the benefits. അടുത്ത ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫീച്ചറാണ് സ്ട്രാറ്റജിക് ഇഷ്യൂസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇറ്റ് റിലേറ്റഡ് ടു ദ എക്സ്പാൻഷൻ ഓർ എക്സ്പാൻഡിങ് ദ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓർ എൻറ്ററിങ് ഇൻ ടു എ ന്യൂ മാർക്കറ്റ് ഓർ മോഡേണൈസേഷൻ ടു കട്ട് കോസ്റ്റ്. സോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന പല ഇഷ്യൂസും ആയിരിക്കും സ്ട്രാറ്റജിക് ഇഷ്യൂസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം സോൾവ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെല്ലാം തന്നെ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് എമൗണ്ട് അതിലേക്ക് ഇറക്കേണ്ടതായിട്ട് വരുന്നു. സോ ഇറ്റ് ഇൻവോൾവ് ദ അലോക്കേഷൻ ഓഫ് ലാർജ് എമൗണ്ട്സ് ആൻഡ് റിസോഴ്സസ്. ഇതെല്ലാം സോൾവ് ചെയ്യിക്കാനായിട്ട് കൂടുതൽ എമൗണ്ട് ഫണ്ട് ആവശ്യമായിട്ട് വരുന്നു. സോ അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം തന്നെ ഒരുപാട് ദേ നീഡ് മോർ പീപ്പിൾ, അതുപോലെ അതർ ഇൻപുട്സ്, ഇതെല്ലാം തന്നെ ഷോ ചെയ്യുന്നത് എന്താണ്? സ്ട്രാറ്റജിക് ഇഷ്യൂസ് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാർജ് എമൗണ്ടും അതുപോലെ തന്നെ റിസോഴ്സസും ആവശ്യമായിട്ട് വരുന്നതാണ്. Third feature is strategic issues are likely to have impact on the long-term prosperity of the firm.
Strategic decisions are such that their impact, good or bad, will be known in the long run. സ്ട്രാറ്റജിക് ഡിസിഷൻസിൻ്റെ അതിൻ്റെ ഇമ്പാക്റ്റ് നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ മോശമാണോ എന്നുള്ളത് ലോങ് റണ്ണിൽ മാത്രമേ നമുക്ക് അറിയുവാൻ സാധിക്കത്തുള്ളൂ. സോ വെൻ എ കമ്പനി സ്റ്റിക്സ് ടു എ പർട്ടിക്കുലർ സ്ട്രാറ്റജിക് ഓപ്ഷൻ, ഇറ്റ്സ് കോമ്പറ്റീറ്റീവ് ഇമേജ് ആൻഡ് മെറിറ്റ്സ് ആർ ടൈഡ് ടു ദാറ്റ് സ്ട്രാറ്റജി ഓപ്ഷൻ ഓൺലി. അതായത് കമ്പനി ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രാറ്റജിക്ക് അനുയോജ്യമായിട്ടുള്ള അതുമായി ടൈ ചെയ്ത് വരുന്ന കോമ്പറ്റീറ്റീവ് ഇമേജും മെറിറ്റ്സും മാത്രമേ അതിനകത്ത് ഉൾപ്പെടുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അത് നല്ലതായിരിക്കുമോ ചീത്തയായിരിക്കുമോ എന്നുള്ളത് ആ ഒരു ലോങ് റണ്ണിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയുവാനും സാധിക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരു ഫേമിൻ്റെ ലോങ് ടേം പ്രോസ്പെരിറ്റിയിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് ഇഷ്യൂസ് എന്ന് പറയുന്നത്. Fourth feature is strategic issues are future oriented. Each manager worth calling is one who wants to calculate what future holds for him or his firm. Strategic management teaches to be proactive rather than reactive because one has no control over external forces. എപ്പോഴും സ്ട്രാറ്റജിക് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിരിക്കും. അതായത് പല സ്ട്രാറ്റജിക് ഡിസിഷൻസും ഭാവിയെ നോക്കിക്കൊണ്ടായിരിക്കും ഫ്യൂച്ചറിൽ എന്താകണം എന്നുള്ളതിനെ ആ ഒരു ഓറിയൻറ്റേഷനിൽ കൂടിയായിരിക്കും സ്ട്രാറ്റജിക് ഡിസിഷൻസ് എപ്പോഴും പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോ ആക്റ്റീവ് ആയിരിക്കണം. റിയാക്റ്റീവിനേക്കാൾ കൂടുതലായിട്ട് പ്രോ ആക്റ്റീവായിട്ട് പോവുക എന്നുള്ളതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എപ്പോഴും നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സസിനെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ പ്രോ ആക്റ്റീവായിട്ട് പോവുക എന്നുള്ളതാണ്. സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ വരുന്ന പല കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യുവാനോ അതിലൊരു നിയന്ത്രണം കൊണ്ടുവരാനും സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ടീച്ച് ചെയ്യുന്നത് പ്രോ ആക്റ്റീവായിട്ട് പോകാനാണ് റാദർ ദാൻ റിയാക്റ്റീവ്. ദെൻ ഫിഫ്ത്ത് feature is strategic management is a process. Strategic management has emerged out of management in other areas where the concept of management is taken as a process for achieving certain objectives of the organization for which it is brought into existence. Strategic management brings in a framework that helps in performing various processes. The organization certain ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് തന്നെ എടുത്തിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നിലനിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക് ദറ്റ് ഹെൽപ്സ് ഇൻ പെർഫോമിങ് വേരിയസ് പ്രോസസ്സസ്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രോസസ്സസ് പെർഫോം ചെയ്യാനായിട്ട് ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. സോ ഇറ്റ് ഈസ് എ പ്രോസസ്സ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.